ഏട്ടന്മാര് പറയുന്നത് അനുസരിക്ക് എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്ക്. അല്ലേ സുകന്യെ? അതല്ലേ അതിന്റെ ശരി. സ്റ്റോറിൽ പോയാലും ശരി, ഫാക്ടറിയിലായാലും ശരി, 10 കാശുണ്ടാക്കണം. ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ള ജീവിതമൊന്നും എനിക്ക് പറ്റില്ല. ഉദയേട്ടാ, എന്താ പ്ലാൻ എന്ന് പറ. ഇങ്ങോട്ട് വാ. മോളെ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ അച്ഛൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. മോളെ, ഹോട്ടലിൽ വെച്ച് ആനന്ദ് കണ്ടത് നിന്നെ അല്ല. അയ്യോ മോളെ, ഇത്തവണ ഉടായിപ്പൊന്നും അല്ല, സത്യവാ. ആനന്ദ് മോൻ കണ്ടത് നിന്നെ അല്ല. ഓ, എന്നെ അല്ലേ? അല്ല. പിന്നെ ആര് ആനന്ദേണ്ണ ഹോട്ടലിൽ കണ്ടത്? എടി മോളെ, അവൻ അങ്ങനെ തോന്നിയതാ, പക്ഷേ കണ്ടത് നിന്നെയല്ല. പിന്നെ ആരെയാ കണ്ടത്? അങ്ങനെ ചോദിക്ക്. ഇവിടെയാണ് സാങ്കേതിക വിദ്യ ഉദയഭാനുവിനും കുടുംബത്തിനും സഹായകരമാകുന്നത്. എന്തോ പുതിയ തട്ടിപ്പാ, അത് മനസ്സിലായി. എന്തായാലും പറയ് കേക്കട്ടെ. മോളെ, ഈ സംഭവം സിമ്പിൾ, പക്ഷേ ഇത്തിരി കട്ടിയാ. ഓ എന്റെ പൊന്നു ഉദയേട്ടാ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്ക. വലിയ വലിയ രാഷ്ട്രീയക്കാരും വ്യവസായ പ്രമുഖരും ഒക്കെ കുടുക്കിപ്പെടുമ്പോ ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. നമ്മളും അത് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നു. അതായത് ആനന്ദ് മോൻ ഹോട്ടലിൽ വെച്ച് കണ്ടത് നമ്മുടെ ഈ ദേവി മോളെ അല്ല, പിന്നെ അത് AI ആയിരുന്നു. എന്തോന്നു? AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മോളെ പോലെ തോന്നിയ ഒരു AI ആണ് ആനന്ദ് മോൻ അവിടെ കണ്ടത്. ബെസ്റ്റ്. ഇതും പറഞ്ഞുകൂടി ചെല്ലേട്ടാ. അച്ഛന്റെ കണ്ണില് ആനന്ദേട്ടൻ മുളകോടി വരുത്തേക്കും. ഈ കണ്ണ് ഒന്നും അല്ലല്ലോ, അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇമാതിരി ഉടായ്പ കൊണ്ട് ആനന്ദേട്ട അടുത്ത് ചെന്നാണ്ടല്ലോ, അച്ഛന്റെ കാര്യത്തിന് തീരുമാനവും പറഞ്ഞേക്കാം. എനിക്ക് പിന്നെ ഒരു അച്ഛന് വേണ്ടി വരും. എന്റെ പൊന്നു മോളെ, വലിയ വലിയ മന്ത്രിമാരും സിനിമാക്കാരും ഒക്കെ പെണ്ണ് കേസിൽ പെടുമ്പോ AI എന്ന് പറഞ്ഞല്ലേ യവന്മാരൊക്കെ രക്ഷപ്പെടുന്നത്. അതുപോലെ നമ്മളും AI ഉപയോഗിച്ച് ഈ കുരുക്കി ഇന്ന് രക്ഷപ്പെടുന്നു. ആനന്ദ് മോൻ ഒരു പാവമല്ലേ, അവനെല്ലാം അങ്ങ് വിശ്വസിച്ചോളും. ദേവമംഗലത്ത് എന്നെ തിരിച്ചെത്തിക്കാൻ വേണ്ടി അച്ഛൻ ഇത്രയ്ക്ക് അങ്ങോട്ട് കഷ്ടപ്പെട്ട ഒരു ഐഡിയ കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കല്ലേ. ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം. നിന്നെ ഇവിടെ നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിന്നെ ദേവമംഗലത്ത് എത്തിക്കണം. അതെ, അത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. കൂടും കുടുക്കി അടക്കം ഒഴിപ്പിച്ച് ആനന്ദേണ്ണ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാ. ഞാൻ ഇനി എന്ത് പറഞ്ഞ അങ്ങോട്ട് തിരിച്ചു പോന്നേ? നീ തിരിച്ചു പോയേ പറ്റൂ. പക്ഷേ തനിച്ചല്ല, കൂടെ നിന്റെ അമ്മയും ഉണ്ടാകും. അമ്മയോ? അല്ല, ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അത്യാവശ്യമായി സിംഗപ്പൂരിന് ഒരു ടൂറുണ്ട്. ആ ടൂറിന് എനിക്ക് പോയേ പറ്റൂ. വയ്യാതിരിക്കുന്ന നിന്നെ നോക്കാൻ ഇവിടെ ആരുമില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം സിംഗപ്പൂരിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്നത് വരെ ദേവമംഗലത്ത് നിൽക്കാൻ ദേവി മോള് നിന്നെ നിർബന്ധിച്ചു. നീ സമ്മതിച്ചു. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ദേവമംഗലത്തേക്ക് പോകുന്നു. ഏതായാലും ആനന്ദിന് നിങ്ങളെ അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റുകയില്ലല്ലോ. അവിടെ മറ്റാർക്കും ദേവിയും ആനന്ദും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയില്ലല്ലോ. ആ അവസരം നമ്മൾ ഉപയോഗിക്കുന്നു. ഇല്ല, ഇതിന്റെ ആനന്ദേട്ടനോട് ഞാൻ ചെയ്യുന്ന ദ്രോഹം. അങ്ങനെ ഒരു ദ്രോഹം ഇനി ഞാൻ ചെയ്യില്ല. മോളെ, ഇല വന്ന് മുള്ളില് വീണാലും മുള്ളു ചെന്ന് ഇലയില് വീണാലും മരത്തിലൊന്നും സംഭവിക്കത്തില്ല. അത് നീ മനസ്സിലാക്കിക്കോ. മോളെ, നിനക്ക് നിന്റെ അനിയത്തമാരുടെയും ബാലച്ചന്റെയും മാമന്റെയും അമ്മയുടെയൊക്കെ സ്നേഹം വേണമെന്ന് ആഗ്രഹമില്ലേ? അവരുടെയൊക്കെ സ്നേഹം നിനക്ക് അത്ര പ്രിയപ്പെട്ടതാണെങ്കിൽ എന്റെ പൊന്നുമോള്, നീ ഇതിന് സമ്മതിച്ചേ പറ്റൂ. ഇല്ല, അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. മോളെ, അച്ഛൻ പറഞ്ഞതുപോലെ ഇത് അത്ര വലിയ ആനക്കാരിയൊന്നും അല്ല. നമ്മൾ ഒരുമിച്ച് അവിടെ പോകുന്നു, ഒരാഴ്ച അവിടെ നിൽക്കുന്നു. ആ ഒരാഴ്ചക്കുള്ളില് സ്നേഹം കൊണ്ട് നീ ആനന്ദിനെ കീഴ്പ്പെടുത്തുന്നു. ആനന്ദിന്റെ മനസ്സിൽ കയറി പറ്റാനേ ഈ ഒരാഴ്ച തന്നെ ധാരാളം. ആനന്ദേട്ടൻ കൺമുന്നിൽ കണ്ട സത്യങ്ങളല്ല എന്ന് ഞാൻ എങ്ങനെ തെളിയിക്കാനാ? എന്റെ പൊന്നുമോളെ, ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകാറില്ലേ? എന്നിട്ട് എത്രയോ നിസ്സാരമായിട്ട് അതൊക്കെ പരിഹരിക്കപ്പെടുന്നത്. മോളെ, സ്നേഹം എന്ന് പറഞ്ഞ ആ സാധനം അതിനുള്ളതല്ലേ? സ്നേഹം കൊണ്ട് പരിഹരിക്കപ്പെടാത്തതായിട്ട് യാതൊന്നുമില്ല. ഇല്ല, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഒരു കള്ളത്തരത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഞാൻ എങ്ങോട്ടും പോകുന്നുമില്ല. അച്ഛൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ അമ്മയെ കൊണ്ട് അങ്ങോട്ട് ആക്കിക്കോ. നിങ്ങൾ എന്നെ ദേവമംഗലത്ത് കൊണ്ടാക്കാൻ പോവാണോ? തലയ്ക്ക് വെളിവില്ലടി. ദേവി അമ്പിനും വില്ലിനും അടുക്കുന്നില്ലല്ലോ ഉദയേട്ടാ. അവൾ അമ്പിനും അടുക്കും, വില്ലിനും അടുക്കും. അവളെ ദേവമംഗലത്ത് എത്തിച്ചാ പോരെ. സ്ത്രീകൾ ദേവിയും കൂട്ടി അങ്ങോട്ട് പോകാൻ നീ തയ്യാറായി. വഴിയൊക്കെ തെളിയും. ഒരാവശ്യത്തിന് നോക്കി ഒരെണ്ണത്തിന് കാണില്ല. എന്തോടോ? എന്താ? മാപ്പ്, എല്ലാത്തിനും മാപ്പ്. ധർമ്മൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ധർമ്മമാവൻ നിരപരാധിയാണ്. തെറ്റുകാരി ഞാനാ. ധർമ്മനെതിരെ ഞാൻ കാണിച്ച തെളിവുകൾ മുഴുവൻ വ്യാജമായിരുന്നു. ധർമ്മന്റെ വിവാഹം മുടക്കാൻ ആ വ്യാജ തെളിവുകൾ നൽകി എന്നെ അയച്ചതാ. നീ ഞങ്ങളെ കാണിച്ച തെളിവുകളും പറഞ്ഞ കഥയും വ്യാജമാണെന്ന് അപ്പൊ തന്നെ മനസ്സിലായി. 7 വർഷം മുമ്പ് മരിച്ചുപോയ സൗദാമനയുടെ കഥ ആരാ നിനക്ക് പറഞ്ഞു തന്നത്? അത് ഞാൻ പറയാം. ഞാൻ അവരുടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. അതിനു മുമ്പ് ഇവിടെ വന്ന് ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറയണം തോന്നി. അതുകൊണ്ടാ വന്നത്. അല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് സ്വസ്ഥത തരത്തില്ല. ഇനി കൂടുതൽ നിങ്ങൾ സംസാരിക്കുന്ന വേണ്ട. അച്ഛാ, പോലീസിനെ വിളിക്കാം. ഇവരെ പോലീസിൽ ഏൽപ്പിക്കണം. നമ്മുടെ മാമന്റെ ജീവിതേ തോലച്ചവരെ ഇവര്. നിനക്കൊക്കെ എന്ത് മനസാക്ഷി ഉണ്ടായിട്ട് എങ്ങനെയൊക്കെ ചെയ്തേ? ആ പാവ മാമ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്തേ? ചതിക്കപ്പെട്ടവന്റെ വേദന നിനക്കൊന്നും അറിയില്ല. അവന്റെ ഉള്ളു കടന്ന് പിടയ്ക്കുന്നത് നിനക്കൊന്നും മനസ്സിലാവില്ല. വേണ്ട, അവരൊന്നും ചെയ്യണ്ട. നമുക്ക് അവരെ പോലീസിൽ ഏൽപ്പിക്കാം. പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ്
ഇവർക്ക് ശരിക്കും രണ്ട് അടി കൊടുക്കണം. ആകാശ് വെറുതെ അനാവശ്യം കാണിക്കരുത്. സ്ത്രീകളെ തല്ലുന്നത് ശരിയല്ല. ഓ, ഞങ്ങൾ ആണുങ്ങളെ തല്ലിയാലല്ലേ കുഴപ്പമുള്ളൂ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ തല്ലാലോ. നിങ്ങളുടെയും കൂടി മാമനല്ലേ. നിങ്ങൾക്ക് മാമനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇവളെ അടിച്ച് ശരിയാക്കണം. ആകാശേട്ടൻ പറഞ്ഞതാ ശരി. മീനു ചേച്ചി ഇവക്ക് രണ്ടെണ്ണം കൊടുത്താലോ? ഉറപ്പായിട്ടും കൊടുക്കണം. അടിച്ച് ഇവരെ ശരിയാക്കണം. നിങ്ങൾ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ച് ചെയ്തോ. അതിനു മുമ്പ് സംഭവിച്ചെന്താണെന്ന് എനിക്ക് ധർമ്മനെ അറിയിക്കണം. ഞാൻ അതൊന്ന് ചെയ്തോട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെ തല്ലണമെങ്കിൽ തല്ല, പോലീസിൽ ഏൽപ്പിക്കണമെങ്കിൽ അതും ആവാം. നിന്നെ ഇനി ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. വേണ്ട, ആരും അവളെ തടയണ്ട. അച്ഛാ, ഇവര് കാണിച്ച വൃത്തിയേടിന് രണ്ടെണ്ണം കൊടുത്തേ വിടാവൂ. നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ ഇവളായിട്ട് ഇങ്ങോട്ട് വന്നാലേ. എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഭഗവാൻ എന്നെ ഉറക്കിയിട്ടില്ല. ഒരേ സ്ഥലത്ത് തന്നെ എന്റെ വട്ടം കറക്കി ഭ്രാന്ത് പിടിപ്പിക്കുന്ന പോലെ തോന്നി. ഞാൻ വിളിക്കുന്ന എന്റെ ഗുരുവായൂരപ്പൻ എന്റെ പ്രാർത്ഥന കേട്ടു. ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട. ഇവിടെ നേരിട്ട് വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞില്ലേ. ഇനി ഇവിടെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചവർക്കെതിരെ ചെയ്യേണ്ട കാര്യങ്ങൾ അവള് തന്നെ ചെയ്യട്ടെ. മോക്ക് ബോറടിക്കുന്നുണ്ടോ? ഉണ്ട്, നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് വന്നതല്ലേ, ആദ്യം കുറച്ചു ദിവസം സമയം പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. സുകന്യ ധർമ്മനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ധർമ്മൻ ചേട്ടനുമായിട്ട് എന്ത് കാര്യം സംസാരിക്കണം? സിനിമ കാര്യമാണോ? സിനിമയെ കുറിച്ച് പറയണമെങ്കിൽ വല്ലപ്പോഴും എങ്കിലും അത് കാണുന്ന ഒരാളായിരിക്കണം. അല്ല, ധർമ്മൻ സിനിമയൊക്കെ കാണാൻ പോകുമല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു സിനിമ കണ്ടു കാണും. പിന്നെ രാഷ്ട്രീയം പിടിയില്ല, മറ്റ് എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ല. പിന്നെ ആകെ അറിയാവുന്നത് ഉള്ളിയുടെയും ഉരുളക്കിഴങ്ങിന്റെ ഒക്കെ വിലയാ. എനിക്കാണെങ്കിൽ അതൊട്ട് അറിഞ്ഞുകൂടാ. കുറച്ചു ദിവസം കൊണ്ട് എല്ലാം ശരിയാവും മോളെ. എന്ത് ശരിയാവുന്നാ? ധർമ്മൻ ചേട്ടൻ സിനിമ കാണാൻ തുടങ്ങുന്നാണോ അതോ ഞാൻ ഉള്ളിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങും? ആരെയാ സ്വാധീനിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. അല്ല, അതിരിക്കട്ടെ, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. ഈ ധർമ്മൻ ചേട്ടന്റെ പേരില് വീട്, വസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അയ്യോ, ടെൻഷനാവണ്ട. ഇല്ലല്ലേ? മുകളിൽ ആകാശം, താഴെ ഭൂമി. ധർമ്മന് വേണ്ടി ഞാൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഇത്രയും കാലം മനസ്സിൽ തന്നെ വെച്ചിരുന്നോ? അല്ല, ഞാൻ ഇത് തുറന്നു പറയും. അങ്ങനെ ഓരോന്ന് പറയുന്നതാ. പേടിക്കണ്ട മോളെ, വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യും. ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല. അനന്തൻ ചേട്ടനും അച്യുതൻ ചേട്ടനും പറഞ്ഞതനുസരിച്ച് അതിനപ്പുറം എന്താ ഏതാന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങ് കൈവിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാ. അതുകൊണ്ട് മനസ്സിൽ കണ്ടിട്ടുള്ളതൊക്കെ വേഗം ചെയ്താ കൊള്ളാം. കല്യാണത്തിന് വരാൻ പറ്റാത്ത ആരോ വന്നതായിരിക്കും. ആര്? എനിക്ക് അകത്തേക്ക് വരാമോ? നീ എന്തിനാ വീണ്ടും വന്നേ? എന്റെ മോനെ സമാധാനമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ല? പുറത്തുനിന്ന് സംസാരിച്ച് നാട്ടുകാരെ കേൾപ്പിക്കണോ? ആദ്യത്തെ മര്യാദ കാത്തു സൂക്ഷിക്കുന്നവരല്ലേ കൃഷ്ണമംഗലത്തുകാര്. നിനക്ക് എന്തോ അടി സംസാരിക്കാനുള്ളത്? പറഞ്ഞല്ലോ, അകത്തിരുന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നാട്ടുകാർ കേട്ടേ പറ്റുമെങ്കിലേ ഇവിടെ നിന്ന് സംസാരിക്കാം. കേറി വരൂ. മരുമോൾക്ക് വിവരമുണ്ട്. കേറി വാ. ഇവളെന്താ ഇവിടെ? ഇന്നലെ നീ മണ്ഡപത്തിൽ കണ്ട ഇന്ദിരാമയല്ല ഞാനാകെ പതറി നിൽക്കുകയായിരുന്നു. എന്താ നടക്കുന്നതെന്ന് ശരിക്കും അറിയാൻ പറ്റിയില്ല. പക്ഷേ എന്റെ ധർമ്മന്റെ ജീവിതത്തിൽ തൊട്ട് കളിച്ചാ കൊല്ലാനും ഞാൻ മടിക്കില്ല. എന്തിനാ നീ വീണ്ടും വന്നത്? ഇനിയിപ്പോ ഞാനായിട്ട് വന്നതല്ല, എന്നെ ഭഗവാൻ അയച്ചതാ. ഏത് ഭഗവാൻ? ദുഷ്ടതയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എല്ലാം ഭഗവാന്റെ തലയിൽ കെട്ടിവെക്കുകയല്ലേ? അമ്മേ, ബഹളം വേണ്ട, ഞാൻ സംസാരിക്കാം. അല്ല, DNA ടെസ്റ്റ് നടത്തി എല്ലാം തെളിയിക്കുമെന്നല്ലേ നീ പറഞ്ഞു? അങ്ങനെ നിയമപരമായ വഴികൾ നോക്ക്. പിന്നെ ഭീഷണിപ്പെടുത്തി കാശ് തട്ടാനാ വന്നെങ്കിൽ മോളെ, അത് ഈ കൃഷ്ണമംഗലത്ത് നടക്കാൻ പോകുന്നില്ല. ഇനി കാശ് വാങ്ങാനല്ല, തന്നത് തിരിച്ചു തരാനാ വന്നത്.